അടിപൊളി ഡാൻസ് ആയിരുന്നു. പൊളിച്ച് ഈ സ്റ്റേജ് ഒക്കെ എടുത്ത് മറിച്ച് വെച്ചു. നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും മിടുക്കി കുട്ടികൾ. അപ്പം ഒരു മിടുക്കനുണ്ടല്ലോ കൂടെ. എവിടെ? യെസ്, എല്ലാവരും കേട്ടോ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് ഒന്ന് പരിചയപ്പെടാം. എന്താ മോളുടെ പേരെന്താ? ഷെറിൻ. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3. ഓക്കെ, 3rd സ്റ്റാൻഡേർഡ് പഠിക്കുന്നത് ഷെറിൻ. നീരജ് 5th-ലോ? ആഹാ, നീരജിനെ കണ്ടത് 3rd-ലാന്നേ തോന്നുള്ളല്ലോ. ഓക്കെ. അമൃത 5th. അമൃത 5th-ല്. വൈഗ 6th-ല്. ഓക്കെ. ലാവണ്യ 2-ല്. ലാവണ്യ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലാവണ്യാണ് അവിടെ സെന്ററിൽ നിന്നിട്ട് ലീഡ് ചെയ്തത്. മിടുക്കി. അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി ഏത് ക്ലാസ്സിലാ? 2-ല്. 2-ല്. ഓ മിടുക്കി. നല്ലൊരു കൈയ്യടി കൊടുക്കും. അല്ലെ, അവരെല്ലാവരും. പിന്നെന്താ വെച്ചാല് കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതൊരു കാഴ്ച തന്നെയാണ്. അത്രയ്ക്ക് ക്യൂട്ടാണ്. അപ്പൊ അതിനകത്ത് പിന്നെ അഭിപ്രായം പറയാനൊന്നുമില്ല. ഞങ്ങൾക്ക് ഇത്രയും സന്തോഷം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നല്ല കളർഫുൾ ആയിട്ട് നല്ല രസത്തിൽ ഇവിടെ സ്റ്റേജിൽ കണ്ടപ്പോ കേട്ടോ. ഓക്കെ, നമുക്ക് ഇമാമന്മാരോട് ചോദിക്കാം എന്താ പറയാനുള്ളത്. അമ്മക്കുട്ടി പൊളിച്ചു, തകർത്തു, തിമിർത്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ല മധുരമുള്ള ഒരു ടിപ്പ് മുട്ടായി ഞങ്ങൾക്ക് കിട്ടി. ടപ്പ് മുട്ടായി. ടപ്പ് നല്ല സൂപ്പർ മിഠായി. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ റബ്ബർ മിഠായി, ഇപ്പൊ ഇവരുടെ കാലത്ത് ടപ്പ് മിഠായി. അത് അടിപൊളിയായിരുന്നു. ടപ്പ് മിഠായി തകർത്തു എല്ലാരും കേട്ടോ. എല്ലാരും അടിപൊളിയായി, സൂപ്പർ. അടിച്ച് പൊളിച്ച് കേട്ടോ എല്ലാരും. അമ്മോ ഹായ്. കൊള്ളാം, അടിപൊളിയായിരുന്നു. സൂപ്പർ ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇവർക്കൊരു കിടിലം കൈയടിയും കൂടെ കൊടുക്കാം അല്ലേ? കുട്ടികളെ നമുക്ക് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാം. വെരി ഗുഡ്. കോമഡി മസാലയുടെ വേദിയിൽ ഇനി ഒരു 1-man ഷോ ആണ്. വേദിയിലേക്ക് എത്തുന്നു ബിനു മണിയാർ. ബിനു നമസ്കാരം. നമസ്കാരം. അപ്പൊ എന്താണ് സ്പെഷ്യൽ പെർഫോമൻസ്? സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ഭാവാവിനെയും സിനിമാ താരങ്ങളുടെ ശബ്ദവും ഇന്ന് ഈ വേദിയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായി മലയാള സിനിമയിലെ പഴയകാല വില്ലൻ എം.എൻ. നമ്പ്യാരാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ജഡ്ജായ നമ്മുടെ ഉല്ലാസ് പന്തളത്തെയാണ് അദ്ദേഹം നോട്ടമിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉല്ലാസ് പന്തളത്തോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? നോട്ട് വിടുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് ഓക്കെ. അപ്പം എം.എൻ. നമ്പ്യാർ. രാഘവൻ ഭാഗ്യവാൻ. രാഘവൻ്റെ സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, ഉല്ലാസിന് സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, ജനക്കാറുണ്ട്. ഉല്ലാസേ, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, അതും ഒരു പട്ടിയുടെ മുമ്പിൽ. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിൽ അതുപോലൊരു വില്ലനായ ബാബു ആന്റണി. പണം അതിനു വേണ്ടി നാം ഒരു കുതിരയെ പോലെ പായണം, മറ്റാരും എത്താത്ത അത്ര വേഗത്തിൽ. സോ യു ക്യാൻ ഗോ. അപ്പം അതിനുശേഷം മലയാള സിനിമയിലെ പഴയകാല ഒരു ഒട്ടുമിക്ക നായികമാരെയും മലയാള സിനിമകൾക്ക് സമ്മാനിച്ച നമ്മളുടെ എല്ലാമായ ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ വോയിസാണ്. അമ്മേ ജോമോൻ കള്ളം പറയത്തില്ല, അമ്മേ സത്യം. അമ്മ എനിക്ക് തൃപ്തിയായിട്ടാം എന്നെ മനസ്സിലാക്കാനും എൻ്റെ മനസ്സിൻ്റെ ഇങ്ങനെ മനസ്സിലാക്കാനും അമ്മ ഈ വീട്ടിൽ ഇന്ന് വരെ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടില്ല.
അമ്മ ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ വില മീറ്ററിന് 40 രൂപയാണ്. ഇതൊക്കെ ആർക്ക് വേണ്ടി? അച്ഛത് ഈ കുടുംബത്തിന് വേണ്ടി. എടാ അച്ഛൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, നീ അത് കുറച്ച് മയത്തി പറഞ്ഞു. രണ്ടും ഒന്ന് തന്നെയാണ്. അടിപൊളി. അപ്പോൾ അതുപോലെ തന്നെ മലയാള സിനിമയിലെ പഴയ കാല താരം മധു സാറിൻ്റെ മണിമംഗലത്ത് മാധുമേനോ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ മുഴുവൻ അറിയും. പഴയ ബ്രിട്ടീഷ് സമര സേനാനിയായിരുന്നടാ എൻ്റെ അച്ഛൻ. ബ്രിട്ടീഷുകാർ തോക്കും പിടിച്ച് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അലറിക്കരയാനേ അച്ഛന് കഴിഞ്ഞുള്ളൂ. അതിന് മോനെ ഇതാണടാ എൻ്റെ വഴി. അതുപോലെ തന്നെ നമ്മളുടെ പഴയ ഒരു താരമാണ് TS രാജു. അപ്പോൾ അദ്ദേഹം ഈ കുങ്കുമപ്പൂവ് എന്ന സീരിയലിൽ ഇവിടെ ഇരിക്കുന്ന വനിതാ രത്നങ്ങൾക്കൊക്കെ അറിയാം, ഒരു കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസിൽ മറിയാമേ, നമ്മുടെ മോളുണ്ടല്ലോ, നമ്മുടെ മോളെ ശാലു, അവൾക്ക് അസുഖമാണെന്ന് പറഞ്ഞ് പ്രൊഫസർ വിളിച്ചോണ്ട് പോയി. എന്തിനാ 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 കിട്ടിണി എടുത്ത് വെക്കാൻ. പ്രൊഫസറെ എന്നോട് കളിക്കരുത് കേട്ടോ, കളി ഞാൻ പഠിപ്പിക്കും. മർക്കോസ പറയുന്നത്, മർക്കോസ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ പഴയകാല വില്ലൻ ജോസ് പ്രകാശ്. എല്ലാം മിസ്റ്റർ ബോയ്, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പെട്ടുള്ളവരാരും തന്നെ എന്നെ വില്ലൻ്റെ കുറിച്ച് തികച്ചു വിളിച്ചിട്ടില്ല. എന്നെ വില്ലൻ്റെ കുറിച്ച് വിളിച്ചിട്ടില്ല. ഒരു തന്നെ ഇവിടുന്ന് ജീവനോടെ പോയിട്ടുമില്ല. അങ്ങനെയുള്ള അച്ഛനെ എന്നോട് കളിച്ചാൽ കഴിഞ്ഞു. ഓക്കെ, അപ്പം വെരി ഗുഡ് പെർഫോമൻസ്. പ്രത്യേകിച്ച് ഈ ബാലചന്ദ്ര മേനോൻ ഒക്കെ ചെയ്തത് ഭയങ്കര ഭയങ്കര പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ TS രാജു, എല്ലാം. നമുക്ക് കുറച്ചുകൂടെ വിദഗ്ധ അഭിപ്രായം ചോദിക്കാം. ചേട്ടാ, ബാലചന്ദ്ര മേനോൻ സാർ പറയാതിരിക്കാൻ സൂപ്പർ ആയിരുന്നു. അതുപോലെ തന്നെ മധു സാറിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ് എടുത്ത് ബിനു ചെയ്തത്. സൂപ്പറായിരുന്നു. വ്യത്യസ്തമായ രീതിയിലാണ് സ്റ്റാറുകളൊക്കെ അവതരിപ്പിച്ചത്. ഗംഭീരമായിരുന്നു. സൂപ്പർ, അടിപൊളി. ബിനു അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ. എല്ലാ സ്റ്റാറും പ്രത്യേകിച്ച് പറഞ്ഞ പോലെ തന്നെ ബാലേന്ദ്രൻ സാറിൻ്റെയും മധു സാറിൻ്റെയൊക്കെ എന്തായാലും നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. ഓക്കെ ബിനു, സീ യു അഗൈൻ.